ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹായ് ഫ്രണ്ട്സ്. നാളത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നാളെ ഫെബ്രുവരി 1. നാളെയാണ് നമ്മുടെ SSLC പരീക്ഷയുടെ ആദ്യ കടമ്പയായ SSLC IT പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാവർക്കും പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് IT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ് ആദ്യത്തെ പാർട്ട്. ഓക്കെ, സാധാരണഗതിയിൽ IT പ്രാക്ടിക്കൽ പരീക്ഷ രണ്ട് രീതിയിലാണ് നടക്കുക, രണ്ട് ഘട്ടങ്ങളായാണ് നടക്കുക. ഒന്നാമത്തത് തിയറി എക്സാമിനേഷൻ, രണ്ടാമത്തത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. തിയറി എക്സാമിനേഷന് ഒന്നാമത്തെ പാർട്ടിൽ വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. ആദ്യത്തെ 10 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് കാണും. ഈ 4 ഓപ്ഷൻസിൽ ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതിയാൽ വി വിൽ ഗെറ്റ് ഹാഫ് മാർക്ക്, അരമാർക്ക്. അങ്ങനെ 10 ചോദ്യങ്ങൾക്ക് 5 മാർക്കാണ് നമുക്ക് ലഭിക്കുക. രണ്ടാമത്തെ പാർട്ട് വെരി ഷോർട്ട് ആൻസേഴ്സ്. അതിൽ ഓരോ ചോദ്യത്തിനും 5 ഓപ്ഷൻസ് വീതമുണ്ടാവും. ഈ 5 ഓപ്ഷൻസിൽ 2 എണ്ണം ശരിയുത്തരമാണ്. ഈ 2 ശരിയുത്തരത്തിനും നമ്മൾ ആൻസർ ചെയ്താൽ വി വിൽ ഗെറ്റ് 1 മാർക്ക്. അങ്ങനെ 5 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയാൽ 5 മാർക്ക്. അപ്പോൾ തിയറി പാർട്ടിന് മൊത്തം 5 + 5 10 മാർക്കാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കൽ പരീക്ഷയിലേക്ക് കടക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിനേഷന് 4 ചോദ്യങ്ങളാണ്. 4 ഗ്രൂപ്പുകളിലായിട്ട് 8 ചോദ്യങ്ങളുണ്ടാവും. ഈ 4 ഓരോ ഗ്രൂപ്പിലും 2 ചോയ്സുകൾ ഉണ്ടാവും. അതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എഴുതാൻ കഴിയും. അതാദ്യം തീരുമാനിക്കണം. ഏത് ഗ്രൂപ്പിലെ, ഒന്നാമത്തെ ഗ്രൂപ്പിലെ ഏത് ചോയ്സാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സമയമുണ്ട്. ആകെയുള്ള സമയം 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 7 മാർക്കാണ് ഉണ്ടാകുക. മൾട്ടിപ്പിൾ ചോയ്സിന് 10 എണ്ണത്തിന് 5 മാർക്ക്, ഷോർട്ട് ടൈപ്പ് ആൻസറിന് 5 എണ്ണത്തിന് 5 മാർക്ക്, മൊത്തം 28 മാർക്ക്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 7 ചോദ്യങ്ങൾക്ക് 4 ചോദ്യങ്ങൾക്ക് 7 മാർക്ക് വീതം, ആകെ 28 മാർക്ക്. പ്രാക്ടിക്കൽ റെക്കോർഡിന് 2 മാർക്ക്. അങ്ങനെ ആകെ 50 മാർക്കിൻ്റെ എക്സാമിനേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.